ജനങ്ങൾ കെ സുധാകരനൊപ്പം. ജനങ്ങളുടെ പ്രതികരണങ്ങൾ. i2i ന്യൂസ് റിയാക്ട് ഫോർ 8 പ്രതികരിക്കാനൊരിടം. i2i ന്യൂസ് റിയാക്ട് ഫോർ 8-ൽ ഇന്നലെ പ്രേക്ഷകർക്കുള്ള ചോദ്യം ഇതായിരുന്നു: നിലവിലെ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ തിടുക്കപ്പെട്ട് മാറ്റേണ്ട ആവശ്യമുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് കെ സുധാകരനെ മാറ്റുന്നത്? ആർക്കു വേണ്ടിയാണ് കെ സുധാകരനെ മാറ്റുന്നത്? വളരെ ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം പ്രയത്നിച്ച കെ സുധാകരനോട് ഈ അവസരത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന ഈ നിലപാട് ശരിയാണോ? അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? ഞങ്ങൾക്ക് ലഭിച്ച പ്രതികരണങ്ങളിൽ 99% പൊതുജനങ്ങളുടെയും അഭിപ്രായം കെ സുധാകരനെ തിടുക്കപ്പെട്ട് മാറ്റേണ്ട, അപ്രകാരം ചെയ്താൽ കോൺഗ്രസ് അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. ഇനി ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. ഞാൻ സൗദിയിലാണ് ഇപ്പോൾ ഉള്ളത്. KPCCയുടെ വിഷയത്തിൽ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഒരു നമ്പർ കൊടുത്തപ്പം വളരെ സന്തോഷം തോന്നി. കാര്യം ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. കോൺഗ്രസിൻ്റെ ഈ നാട്ടിൽ ഇപ്പോൾ കാണിക്കുന്ന മര്യാദകൾ കണ്ടിട്ട്, VD സതീശൻ്റെയും ടീമിൻ്റെയും വേലകൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ശരിക്കും നമുക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, നല്ല ദേഷ്യമുണ്ട്. അവന്മാരെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട്. പിണറായി വിജയനും മൂന്നാമത്തെ ചാൻസും VD സതീശനും ടീമും കൊടുക്കും. മനസ്സിലായോ? അയാൾ മറ്റൊരു പിണറായി വിജയനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് പുള്ളിയുടെ കാൽക്കീഴിൽ ഈ പാർട്ടിയെ കൊണ്ട് കെട്ടാനാണ് പുള്ളി ശ്രമിക്കുന്നത്. അതിന് സപ്പോർട്ട് KC വേണുഗോപാലിൻ്റെയും പുള്ളി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു കോക്കസാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ പൾസ് അറിയാൻ യവന്മാർക്ക് ഇതുവരെ ആയിട്ടില്ല. കാര്യം സുധാകരനാരാ, VD സതീശനാരാ? സുധാകരൻ ചോരയും നീരും ജീവനും കൊടുത്തിട്ടാണ് കണ്ണൂർ ഈ പാർട്ടി കെട്ടിപ്പടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ കാണാമായിരുന്നു കോൺഗ്രസിൻ്റെ അവസ്ഥ കണ്ണൂർ എന്തുമായി തീരുമെന്ന്. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞതിൻ്റെ അവസ്ഥയായി പോയനേയും. അയാൾ ഇന്നും ആയുസോണ്ടിരിക്കുന്നത് അയാളുടെ മക്കളുടെ ഭാഗ്യം കൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇത്ര ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് എന്തിനാണ് ഈ കുരിപ്പൊപ്പിക്കാൻ പോകുന്നത്? അപ്പം അതിൻ്റെ അർത്ഥം യുവമാർക്ക് ഗ്രൂപ്പുകളെയും കാര്യങ്ങളുമാണ് ഏറ്റവും വലുത് പാർട്ടിയെക്കാട്ടിൽ. അപ്പോൾ അതിൻ്റേത് കോൺഗ്രസ് എന്തായാലും അനുഭവിക്കുക തന്നെ ചെയ്യും, ഈ മര്യാദകൾ ഇവിടെ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാന സമയത്ത് ഹരിത ടീമോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സതീശനും പ്രതാപനും ഒക്കെ ഒരു ടീം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ തലവേദന CPM ഓപ്പോസിഷൻ പാർട്ടിയോ അല്ലായിരുന്നു അന്ന്, ഈ ടീമായിരുന്നു. ഇയാളാ പറഞ്ഞത്, സതീശനാ പറഞ്ഞത് കടുംപെട്ട ഗവൺമെന്റ് കാണിക്കുന്നതെന്ന്. അപ്പൊ അന്നും ഇയാള് പേരെടുക്കാൻ വേണ്ടി എന്ത് കോപ്രായം അല്ലെങ്കിൽ എന്ത് മര്യാദകളും കാണിക്കുന്ന ഒരു വ്യക്തിയാണ് സതീശൻ. അതെല്ലാം ഈ ജനങ്ങൾ അങ്ങ് മറന്നുപോയി, കോൺഗ്രസ്സുകാരും മറന്നുപോയി. അല്ലെങ്കിൽ തന്നെ ഈ രമേശിന്റെയോ മുരളീധരന്റെയോ അല്ലെങ്കിൽ ഈ നമ്മുടെ സുധാകരന്റെയോ മുന്നിലെ സതീശൻ ജൂനിയർ, അയാൾ വരട്ടെ, പെതിയെ വരട്ടെ, എന്ന് വിളഞ്ഞു പഴുക്കട്ടെ. ഇപ്പോഴേ മുഖ്യമന്ത്രിയാകണമെന്നുണ്ട്. ഈ പ്രതിപക്ഷ സ്ഥാനം കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. ഇയാളെക്കാട്ടി എത്രയോ സീനിയർ ആൾക്കാരുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ ജയിച്ചെന്നെ കണ്ടില്ലായിരുന്നു, മൈക്കിന് വേണ്ടി അടിയിടുന്നു. അവിടെ KPCC പ്രസിഡന്റാണ് ആദ്യം സംസാരിക്കേണ്ടത്, നോ ഡൗട്ട്. അവിടെ അയാൾ കാണിച്ച വേല കണ്ടില്ലായിരുന്നു. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റേണ്ട ഒരാവശ്യവും ഇന്നത്തെ കോൺഗ്രസിനില്ല. ഇന്നിപ്പം എന്തുകൊണ്ടാണ് മാറ്റേണ്ട ഒരു ആവശ്യം വരുന്നത്? ഇപ്പം നിലവിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പാർട്ടി UDF ശക്തമായി വിജയിച്ചിട്ടുണ്ട്, ഭൂരിപക്ഷം കൂടിയിട്ടും വിജയിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കെ സുധാകരൻ കേരളത്തിലെ പാർട്ടി തന്നെ ഒരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കെ സുധാകരൻ വിജയിച്ച് കണ്ണൂർ CPM റിക്രൂട്ടിങ് 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കെ സുധാകരനെ മാറ്റിയിട്ട് വേറൊരാളാക്കാണെന്ന് പ്രതീക്ഷിക്കാൻ ഏത് ഗ്രൂപ്പ് മേലാണെന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള സാധാരണ പ്രവർത്തകർ ഈ പാർട്ടിയിലുണ്ടാവില്ല. പാർട്ടി എന്ന പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുന്ന ഒരേ ഒരു നേതാവാണ് കെ സുധാകരൻ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ മുതൽ ഞാനൊന്ന് വോട്ട് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കും. പ്രിയപ്പെട്ട സുനിൽ, ഈ കോൺഗ്രസ്സുകാരെല്ലാം തമ്മിലടിച്ച് അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷനിലും ഭരണം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകാനാണ് സാധ്യത. അതിൻ്റെ കൂടെ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും നക്കാനിട്ട് കൊടുക്കും. അതോടെ വോട്ട് കുറേ എല്ലാം അവിടെ ചെന്ന് വീഴും. പിന്നെ BJP ആയിട്ട് ചേർന്ന് തെരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി നല്ല രീതിയിൽ കേരളത്തെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അവർ ഉള്ളത് മുഴുവൻ വിറ്റ് അതിൻ്റെ ഒരു വീതം വിൽക്കുന്നവനും
ബാക്കി പാർട്ടിക്കാരൊരൊറ്റ എണ്ണം ശബ്ദിക്കുന്നില്ല. സത്യസന്ധമായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വെളിയിലേക്ക് വരും, അല്ലെ കോൺഗ്രസിൽ ചേരും. കാരണം അവർക്ക് ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുവാൻ പറ്റത്തില്ല. കോൺഗ്രസ് KPCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് പ്രതിപക്ഷ നേതാവിനെ മാറ്റണമെന്ന് KPCC പ്രസിഡന്റ്. ഇവർ രണ്ടുപേരും സത്യത്തിൽ സമർത്ഥരായ നേതാക്കന്മാരാണ്. പക്ഷേ ഇതിനിടെ കൂടെ ഓരോ ആൾക്കാർ വന്ന് ഇത് മുതലെടുക്കുന്നു. അവസാനം തമ്മിൽ തല്ലി ഭരണവും കിട്ടത്തില്ല. വീണ്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിലേക്ക് കേരളം പോകും. കേരളം ഇപ്പം തന്നെ നശിച്ച് നാറാണക്കല്ല് പിടിച്ച് നിൽക്കുക. ഇവന്മാരിത് മുഴുവൻ അടിച്ചു മാറ്റി ഒരു വീതം നേതാവ് എടുക്കും, ബാക്കി പാർട്ടിക്കും കൊടുക്കും. എന്തൊരു കാലക്കേടാണോ കേരളത്തിലെ ജനങ്ങൾക്ക്. ഏതായാലും ഇതിനൊരു റീപോൾ സർവേ നടത്തിയത് നന്നായി. വളരെ നല്ല കാര്യമാണ് താങ്കൾ ചെയ്തത്. ഞാൻ ഈ കോൺഗ്രസിന്റെ ഒരു പഴയ പ്രവർത്തകനാണ്. എൻ്റെ വയസ്സ് 75 കഴിഞ്ഞു. എൻ്റെ പേര് ഡേവിഡ്. കൊല്ലം. ആരോഗ്യസ്ഥിതി ഓക്കെ ആണെങ്കിൽ പുള്ളിയെ മാറ്റേണ്ട ആവശ്യമില്ല. അല്ല മെയിനായിട്ട് പറയാം, പുള്ളിയെ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അയാളൊരു ശരിയായ നല്ലൊരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് വേണ്ടി ഇത്രയും കാലം അയാൾ വർക്ക് ചെയ്തതാണ്. അവിടെ കാലത്ത് സ്വയം ഒഴിഞ്ഞു പോകുമ്പോൾ അയാളും ഒഴിഞ്ഞു പോട്ടെ. ഞാൻ എല്ലാം വീട്ടിൽ VD സതീശനെ, ചെന്നിത്തലയും ഇവര് പലരും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന പലരും ഉണ്ട്. മുരളീധരൻ, കരുണാകരനുള്ള കാലത്തോട്ട് നമുക്ക് ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ എടുത്തു പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പുള്ളിക്ക് ആരോഗ്യപരമായി പുള്ളി സ്വയം പറയുകയാണ്, എനിക്ക് വയ്യ, എനിക്ക് ഇനി മെനക്കെടാനും ആരോഗ്യം എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കരുണാകരൻ എങ്ങനെ ആയിരുന്നു? ഓരോരുത്തരും എങ്ങനെ എത്രയോ നേതാക്കന്മാർ അങ്ങനെ ആയിരുന്നില്ലേ? പാർട്ടിക്ക് ചെറുക്കാൻ്റെ അതിൽ നിന്ന് വോട്ടുകൾ നഷ്ടപ്പെടുത്തുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തിക്ക് ഒരു ചെറിയ പോരായ്മ ഉണ്ടാകത്തേ ഉള്ളൂ, നേട്ടങ്ങൾ ഉണ്ടാകത്തില്ല. സുധാകരൻ തുടരണമെന്നാണ് താങ്കളുടെ ആവശ്യം? തീർച്ചയായിട്ടും അയാൾ ആരോഗ്യസ്ഥിതി സ്വയം ഒഴിഞ്ഞു പോകാൻ തയ്യാറാവുന്ന സമയത്ത് വിട്ടാൽ മതി. ബാക്കിയുള്ള 31 നേതാക്കന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ, അവരെല്ലാം കണക്കിലെടുത്ത് അതേപോലെ പോവുക എന്നുള്ള. എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാനിപ്പോൾ തെലങ്കാനയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സുധാകരനെ മാറ്റേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം ഇന്ന് സുധാകരനെ പോലെ ചങ്കുറപ്പോടെ പ്രത്യേകിച്ച് പിണറായി സത്തിനെതിരെ പറയാനായിട്ട് ചങ്കൂറ്റുള്ളൊരു നേതാവ് ഇന്ന് കോൺഗ്രസ്സിലില്ല. ഇപ്പോൾ അവർ വെക്കുന്ന ഓപ്ഷനായിട്ട് വന്നിരിക്കുന്ന ബെന്നി ബെഹനാനായാലും അദ്ദേഹത്തിനും ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. അദ്ദേഹം ഒരു അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണല്ലോ. പിന്നെ ആൻ്റണിക്ക് പത്തനംതിട്ടക്കാർക്ക് പോലും യാതൊരുവിധ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹം എങ്ങനെയൊക്കെയോ 3 വട്ടവും 3-4 വട്ടം അദ്ദേഹം ജയിച്ചത് എല്ലാ വട്ടവും സ്ഥാനാർത്ഥികൾ മറുഭാഗത്തിന്റെ സ്ഥാനാർത്ഥികളുടെ ഒരു ഇത് രക്ഷപ്പെട്ട മനുഷ്യൻ മാത്രം. അദ്ദേഹം KPCC പ്രസിഡന്റ് ആവുന്ന യാതൊരുവിധ കാര്യമില്ല. പിന്നെ ഇപ്പോൾ സുധാകരനെ പോലെ ശക്തനായ ഒരു നേതാവ് ഇന്ന് രാഷ്ട്രീയത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് പിണറായി സത്തെ ശക്തമായിട്ട് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു നേതാവില്ല. VD സതീശനാണെങ്കിൽ പോലും അദ്ദേഹം നിയമസഭയിൽ നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പുറത്ത് പിണറായിയോട് നല്ല കോംപ്രമൈസിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാറുള്ളത്. അപ്പം അദ്ദേഹം മാത്രമേ ഉള്ളൂ തീർത്തും പിണറായിയെ കണ്ടാൽ പോലും യാതൊരുവിധ താല്പര്യമില്ല നിൽക്കുന്നത്. ഇപ്പം എങ്ങനെങ്കിലും പിണറായിയെ പുറത്താക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷക്കാർ തന്നെ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് ഇപ്പം അതിന് ഉള്ള ലക്ഷ്യത്തിൽ നിൽക്കുമ്പോൾ അനുകൂലമായി തരംഗമുണ്ടെങ്കിൽ ഇപ്പോൾ കേസിനെ മാറ്റിക്കഴിഞ്ഞാൽ വളരെയേറെ വലിയൊരു പ്രതിസന്ധിയായിരിക്കും കോൺഗ്രസ് സൃഷ്ടിക്കുന്നത്. കാരണം ഇപ്പോൾ അവർ പറയുന്നത് VD സതീശൻ എന്ന് കുറേ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയാണിത്. അതായത് VD സതീശൻ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കഴിവിലാണ് പുതുപ്പള്ളി ജയിച്ചത്, അല്ലെ തൃക്കാക്കര ജയിച്ചത്, പാലക്കാട്. ഞാൻ ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടിയുടെ മരണമുണ്ടായതുകൊണ്ടല്ലേ അവിടെ മകൻ ജയിച്ചത്? രണ്ടാമത് തൃക്കാക്കരയിൽ എന്ന് പറഞ്ഞാൽ PT തോമസ് മരിച്ച ശേഷം ഒരു പാട്ട് പാടിയ ഒരു പാട്ട്, ആ അത് വലിയൊരു തരംഗം സൃഷ്ടിച്ചൊരു പാട്ടാണ്. അപ്പോൾ അവർ അവിടെ ഒരു മേഖല മരണപരമായിട്ട് നടന്ന ഒരു ഇലക്ഷനിൽ ജയിച്ചു. പിന്നെ പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാട് BJP-ക്കാർ തന്നെയാണ് BJP-ക്കാരെ തോപ്പിച്ചത്. അപ്പോൾ പിന്നെ സന്ദീപ് വാര്യരുടെ വരവ്, പിന്നെ ഷാഫി പറമ്പിലെ പ്രത്യേകപരമായിട്ടുള്ളൊരു അദ്ദേഹത്തിനുള്ളൊരു പ്രത്യേക ഇതുണ്ട്. അങ്ങനെയൊക്കെ ജയിച്ചു. പിന്നെ VD സതീശൻ കഴിവുള്ള ഒരാളാണ്, നിയമസഭയിൽ നല്ല പെർഫോമൻസ് ഉണ്ട്. പക്ഷേ VD സതീശൻ്റെ മാത്രം കഴിവിലാണ് ഈ ഇലക്ഷനുകളെല്ലാം വിജയിക്കുന്നതെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല. അങ്ങനെയായിരുന്നു അവർ തൃക്കാക്കരയും കൂടി ജയിക്കണമായിരുന്നു. VD സതീശൻ എന്തെങ്കിലും കുറച്ച് വോട്ട് കുറച്ചെന്നുള്ള സത്യമാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തേക്കല്ല നമ്മൾ സംസാരിക്കുക. അവിടെ ഒരു UDF-ന് അനുകൂലമായിട്ടൊരു തരംഗം ഇന്ന് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷക്കാർ തന്നെയാണ് കൂടുതലും UDF-ന് ഇപ്പോൾ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് VD സതീശൻ വലിയ ഇലക്ഷൻ മാനേജ്മെന്റ് ആണ് എന്തെങ്കിലും. ഞാൻ ചോദിച്ചോട്ടെ, സുധാകരൻ വന്നതിന് ശേഷമാണ് ഒരുപാട് യൂത്തുകൾ, എനിക്കറിയാവുന്നതുകൊണ്ട് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റും, ഒരുപാട് യൂത്തിലെ അംഗങ്ങൾ തന്നെ ഈ പാർട്ടിയിലോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങളെ അടിക്കാൻ ആളുണ്ട്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് അടിക്കുന്നുള്ള രീതി തുടങ്ങി. പണ്ട് ഒരു അടിയോ പിടിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ
പിന്നെ അവരുടെ ജീവിതത്തിൽ പോലും അവരെ നമ്മൾ പിന്നെ കാണത്തില്ല കോൺഗ്രസ്സുകാരായിട്ട്. അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഇപ്പം അതൊക്കെ മാറി കോൺഗ്രസ്സുകാർ ഇന്ന് അടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുപോയി കെ സുധാകരൻ്റെ ഒരു സ്റ്റൈലാണ്. പ്രത്യേകിച്ചും അദ്ദേഹം കണ്ണൂരൊക്കെ മല്ലടിച്ച് കൊണ്ടുവന്നു. പിന്നെ ഇവരൊക്കെ പറയുന്ന ഒരു വലിയ കാര്യം അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ചെറിയ ഓർമ്മ പ്രശ്നമുണ്ട് അന്നും പറഞ്ഞ് അദ്ദേഹത്തിന് പാർട്ടിയെ നയിക്കുന്നതിന് പറ്റില്ല. ഇപ്പോൾ അവർക്ക് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ഒരു നല്ല നല്ല യൂത്തിനെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ വിഷ്ണുനാഥ് ഉണ്ട്, VT ബൽറാം ഇപ്പോൾ അതേ MLA ഒന്നുമല്ല, അദ്ദേഹം സ്വാതന്ത്ര്യമായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ കുറച്ചൊക്കെ നല്ല കഴിവുള്ള നേതാവ് T സിദ്ദീഖ് ഉണ്ട്. ഇങ്ങനെ ഒരു ടീമിനെ അവർക്ക് മാത്യു കുഴൽനാടനുണ്ട്. ഇങ്ങനെ ഒരു ടീമിനെ അവർക്ക് വൈസ് പ്രസിഡൻ്റായിട്ട് തന്നെ M ലിജു ഉണ്ട്. ഇങ്ങനൊരു ടീമിനെയൊക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നെ അവർക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ VD സതീശനെ മാത്രം നമ്പി ഒരിക്കലും കേരളത്തിൽ UDF അധികാരം. കാരണം VD സതീശൻ്റെ ഒരു അഹങ്കാര മനോഭാവം ആൾക്കാർക്ക് പൊതുവെ താല്പര്യമില്ല. പിന്നെ അത് ഈ ഇലക്ഷൻ 3 വട്ടവും ജയിച്ചതിൻ്റെ കാരണം മരണപരമായിട്ട് നടന്ന ഒരു ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു രീതി. പിന്നെ പിണറായി സത്തോടുള്ള അതിശക്തമായ എതിർപ്പ് ഇടതുപക്ഷത്ത് തന്നെ നിലനിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് അവരിങ്ങനെ ഒരു വലിയ വിജയം ഈ 3 സ്ഥലങ്ങളിലും ജയിക്കാനായിട്ട് ഇടയായത്. അത് VD സതീശൻ്റെ മാത്രം എന്തോ വലിയ ശക്തിയാണെന്ന് ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും മുഖ്യധാരാ മാധ്യമങ്ങളായിട്ടുള്ളവരാണ്, ഇലക്ഷൻ മാനേജ്മെൻറ്റാണ്, അദ്ദേഹം എന്തോ ഇലക്ഷൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനൊന്നും പ്രത്യേകിച്ചൊന്നും എനിക്ക് ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കെ സുധാകരൻ്റെ മാത്രം വിജയമാണെന്ന് ഞാൻ പറയുന്നത് ഒരു ടീം വിജയമാണ്, എല്ലാവരും ചേർന്നുള്ളൊരു വിജയമാണ്. ആ വിജയത്തിന് VD സതീശൻ മാത്രമാണ് പാലക്കാട് ജയിപ്പിച്ചത് എന്ന് പറയുന്നതിൽ വലിയ കാര്യം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടിലാണ് അവിടെ സീറ്റ് മേടിച്ചു കൊടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവിൽ അവിടെ ജയിക്കുക എന്ന് പറയുന്നത് നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ KS സുധാകരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു ടീമിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും UDFന് ഒരു നല്ല ക്രൗഡ് പുള്ളർ എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ KS സുധാകരൻ തന്നെയാണ്. അത് എവിടെ വന്നാലും നമുക്കൊരാൾക്കൂടെ അല്ലെങ്കിൽ ഞാൻ തന്നെ കോൺഗ്രസിനോട് ഒരു താല്പര്യം വന്ന് KS സുധാകരനൊക്കെ വന്നതിന് ശേഷം നമുക്ക് VD സതീശനോടോ പിന്നെ രമേശ് ചെന്നിത്തല നല്ലൊരു മനുഷ്യനാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് അത്യാവശ്യം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്നും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു നേതാവായിട്ട് VSന് കിട്ടുന്ന അല്ലെ ഉമ്മൻചാണ്ടി കിട്ടുന്ന ഒരു ക്രൗഡ് പുൾ അല്ലെ ആ ഒരു ലെവലായിട്ട് ഇന്നും രമേശ് ചെന്നിത്തല എത്തിയിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ UDFന് ഇപ്പോൾ ഏറ്റവും നല്ല മേൽക്കോയ്മയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ KS ആണ്. KSനെ മാറ്റിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് വളരെ വലുതായിരിക്കും. അത് കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരിക്കും. പക്ഷേ അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം KSനെ മാറ്റിക്കൊണ്ട് കൊണ്ടുവരാൻ പറയുന്ന ചിലവരുടെ പേരുകൾ, പ്രത്യേകിച്ച് ആൻ്റോ ആൻ്റണിയെ പോലെ ഒരു വേസ്റ്റ് രാഷ്ട്രീയക്കാരൻ ഇന്ന് കേരളത്തിലുണ്ട്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് അദ്ദേഹത്തിന് തന്നെ അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മേന്മയില്ലാത്ത നേതാവാണ് ആൻ്റോ ആൻ്റണി എന്ന് പറയുന്ന ആൾ. പിന്നെ ബെന്നി ബെഹനാൻ ആരോഗ്യ പ്രശ്നങ്ങൾ, അതേ ഒരു ഹൃദയാഘാതമൊക്കെ കഴിഞ്ഞ മനുഷ്യനാണ്, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം. പിന്നെ മാത്യു കുഴൽനാടനെ പോലുള്ളവർ വന്നാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അവർ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം കൊണ്ടൊന്നും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മാത്യു കുഴൽനാടൊക്കെ നല്ല കഴിവുള്ളൊരു നേതാവാണ്. അങ്ങനെ ആരെങ്കിലും VT ബൽറാം കഴിവുള്ളൊരു നേതാവാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. പക്ഷേ അവരെ ഒന്നും മുന്നോട്ട് നയിക്കാൻ ഈ പ്രായമുള്ളൊരു സെറ്റ് ഇപ്പോഴും ഉണ്ട് അതിനകത്ത്. അപ്പം അവരെ റിക്കവർ ചെയ്യാൻ കഴിയുന്ന ഒരാളെന്നല്ലേ KS സുധാകരൻ തന്നെ ഇപ്പോഴും നല്ലത്. KS സുധാകരനെതിരെ ഒരു ആക്ഷേപമുള്ള ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഒരു ആക്ഷേപം മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിനെ ഒരു ടീം വെച്ച് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ ചില സമയത്ത് മാള് ശുദ്ധനാണ്, മനസ്സിലൊന്നുമില്ല എന്നൊരു എന്തെങ്കിലും പറയും. അതേയുള്ള പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആണ് അത്. അതൊഴിച്ചാൽ KS എന്തുകൊണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ വലിയൊരു ആഗ്രഹം KSനെ ഒരു വർഷമെങ്കിലും ഒരു മുഖ്യമന്ത്രിയായിട്ട് കാണണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഒന്നുമില്ലെങ്കിൽ ഈ കേരളത്തിൽ UDFന് അധികാരം കിട്ടാൻ VD സതീശനൊന്നുമല്ല നമുക്ക് ആവശ്യം, ശശി തരൂരാണ്. ശശി തരൂർ ഇറങ്ങിയാൽ ഉറപ്പായിട്ടും ഒരിതും വേണ്ടാണ്. ശശി തരൂരാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ഒരു 120 സീറ്റ് മേടിച്ച് ഉറപ്പായിട്ടും ശശി തരൂർ കേരളത്തിലെ മുഖ്യമന്ത്രിയാവും. അതിന് ഒരു UDFൻ്റെ ഒരു വലിയ പ്രബല ശക്തി ഒന്നും വേണ്ട. ശശി തരൂർ കഴിഞ്ഞാൽ വളരെ വലിയൊരു വോട്ട് അത് അദ്ദേഹത്തിന് കിട്ടും. മുഴുവൻ പേരെ ജയിപ്പിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും. പക്ഷേ അത് UDFന് ഹൈക്കമാൻഡ് ഒരിക്കലും ചെയ്യത്തില്ല എന്നുള്ള സത്യമാണ്. എങ്കിലും ഏറ്റവും നല്ല ചോയ്സ് UDFന് ഒരാളുടെ ആവശ്യമില്ല എന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല ചാൻസ് ഉള്ളത് ശശി തരൂർ മാത്രമാണ്. VD സതീശനെ വെച്ചുകൊണ്ട് ഒരു ഇലക്ഷനിൽ മുന്നോട്ട് പോയാൽ ഒരിക്കലും UDF അധികാരത്തിൽ വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അത് വേറൊരു ശുദ്ധ മണ്ടത്തരമാണ്. VD സതീശൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു PR വർക്കാണ്. കുറേ യൂത്തുകളെ വെച്ചിട്ട് യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന് VD വൈബ്സ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അതൊന്നും നിലനിൽക്കുമെന്ന് എനിക്ക് അത്രയ്ക്ക് ഒന്നും VD സതീശൻ പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ ഒരുപാട് പേർക്ക് അമർഷമുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തോടും സ്ലാങ്ങിനോടും ഒക്കെ. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ KSനെ തൽക്കാലം മാറ്റാതിരിക്കുക, അതേ ഉള്ളൂ കോൺഗ്രസ്സിന് ജയിക്കാനുള്ള ഏക മാർഗം. അതായിക്കട്ടെ. അല്ലെങ്കിൽ ശശി തരൂരിനെ മുന്നോട്ട് കൊണ്ടുവരിക, അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടിയ UDFന് ഉറപ്പായിട്ട് രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ KSനെ തൽക്കാലം KS ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ
UDF ഒരു ഉറപ്പായിട്ട് സാധ്യതയുണ്ട്. 100%. ഒരു 90 തൊട്ട് 100 സീറ്റ് വരെ കിട്ടി അധികാരത്തിൽ വരാൻ ഉറപ്പായി സാധ്യതയുണ്ട്. അത് UDF തന്നെ കുളം കുഴിച്ച് നശിപ്പിക്കുമോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിഷമം. കേസിനെ ഇപ്പോൾ മാറ്റരുതെന്നാണ് ഒരു സാധാരണ ഒരു പ്രവർത്തക നിലയിലും കുറേ പേർ വൈബ്സൊക്കെ കുറേ പേരുടെ സംസാരത്തിൽ നിന്നൊക്കെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. നമ്മൾ കമൻറ്റുകളൊക്കെ യൂട്യൂബിലൊക്കെ വരുന്ന വായിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കുറേ ദിവസമായിട്ട് ഞാനും വളരെ വിഷമത്തിലാണ് അദ്ദേഹത്തെ മാറ്റുമെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട്. അങ്ങനെ ഒരു മാധ്യമ സൃഷ്ടിയാണ്, എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിനെ മാറ്റാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കേരളത്തിലെ കോൺഗ്രസ് ഭരണം പിടിക്കണമെങ്കിൽ, അതുപോലെ നല്ലൊരു നല്ലൊരു രീതി വരണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈ കിഴവന്മാരെയും പടുകിഴവന്മാരെയും, അതായത് 60 വയസ്സിന് മേളിലോട്ടുള്ള ഒരുത്തനെ അടുപ്പിക്കാതെ നമ്മുടെ മാത്യു കുഴങ്ങാടിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇലക്ഷൻ നടത്തിയാൽ 100% അടുത്ത ഇലക്ഷന് തീർച്ചയായിട്ടും കോൺഗ്രസ് അവിടെ ഭരണത്തിൽ വരും. ഇല്ലെങ്കിൽ ഞാൻ എഴുതി വെക്കുന്നു, പിണറായിസം പിന്നെ ഉണ്ടാകും. ഇതിനൊക്കെ തന്തയിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നതല്ല. മാത്യു കുഴങ്ങാടിൻ്റെ കാര്യം പറഞ്ഞത് ചുമ്മാതല്ല. അതൊക്കെ അയാൾക്ക് ഒരു സുപ്രീം കോടതി അഡ്വക്കേറ്റാണ്. അതുപോലെ തന്നെ അയാൾക്ക് കാര്യങ്ങൾ അറിയാം. ചുമ്മാതുള്ള കാര്യങ്ങളൊന്നും അയാൾ പറയുകയില്ല. അതുപോലെ നല്ല നല്ല ഡോക്ടേഴ്സ്, എഞ്ചിനീയർമാർ, റിട്ടയർഡ് അധ്യാപകർ, ഇങ്ങനെയുള്ള നല്ല നല്ല പൊസിഷനിൽ ഇരുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ ഇരിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടുത്തി, ചെറുപ്പക്കാർ എല്ലാം ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ഉണ്ടല്ലോ ഗോവിന്ദൻ, അതിൽ നെറ്റിക്ക് വരയ്ക്കേണ്ടി വരും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. സാർ, എൻ്റെ പേര് സുധീഷ് എന്നാണ്. സാർ, എൻ്റെ അഭിപ്രായത്തിൽ കെ സുധാകരൻ മാറണം. ഇതിനർത്ഥം കെ സുധാകരൻ ഒരു നല്ല ലീഡർ അല്ലെന്നുണ്ടെങ്കിൽ എഫിഷ്യൻ്റ് അല്ലെന്നോ എന്നുള്ളതല്ല അർത്ഥം. കാരണം നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിൽ ഒരു നല്ലൊരു സ്ട്രാറ്റജിസ്റ്റിനെയാണ് നമുക്ക് ആവശ്യം. കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിന് വേണ്ട ഒരു KPCC പ്രസിഡന്റിനാണ് നമുക്ക് ആവശ്യം. കുറച്ച് ജൂനിയർ ആയിട്ടുള്ള, ഇപ്പോൾ ഷാഫി പറമ്പിൽ അല്ലെന്നുണ്ടെങ്കിൽ VT ബൽറാം, ഇവരെ പോലെയുള്ളവരായാൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു ന്യൂ ടീം ആണ് നമുക്കിപ്പോൾ ആവശ്യം. സോ സുധാകരൻ മാറേണ്ടതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.